എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ നാളെ ഏതാ ദിവസം? നാളെ ഈസ്റ്റർ. എന്താണ്? ഒന്നുമില്ല. വിളിക്കുമെന്ന് നോക്കുകയാണേ. വിളിക്കൂലടാ പട്ടി. അയ്യോ, ആടുജീവിതത്തിന്റെ റിവ്യൂ കിട്ടും. ഒരുപാട് പേര് ഒരാള് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചീത്തയോട് ചീത്ത. എന്തിന്? നോമ്പല്ലേ, പള്ളി പോകാൻ പാടുണ്ടോ? പടത്തിന് പോകാൻ പാടുണ്ടോ? അത് കോമഡി എന്താണെന്ന് അറിയോ? ഈ പള്ളി പോകാൻ പാടുണ്ടോ എന്നുള്ളത് തെറ്റി പറഞ്ഞാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന തിയേറ്ററിലെ അത് പള്ളിയായിരുന്നു. ആദ്യം പഴയ പള്ളിയായിരുന്നു. അത് തിയേറ്റർ ആക്കി ആ ഒരു ഭക്തി മാർഗത്തിൽ തന്നെയാണെന്ന് വിചാരിക്കാം. അങ്ങനെ കരുതിയാൽ മതി. പിന്നെ മാത്രമല്ല, എനിക്ക് മതം ആദ്യം സിനിമയാണ്, അതിനുശേഷം ഏതുള്ളൂ. നീ വിളിച്ചായിരുന്നോ? വിളി കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക. ഇവിടെ സാധനം എടുത്ത് ഞെട്ടിക്കാനുള്ളത്. അപ്പോഴാണ് തഗ് ലൈഫ്. ഓ മൈ ഗോഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണോ? ഏതാടാ? മതത്തിന്റെ സാധനം അതാണോ തഗ്? തഗ്ഗല്ലേ? തഗ് ലൈഫ്. സത്യം, എന്റെ കാര്യത്തില് ഇത് കമലഹാസന്റെ ആണ്. കമലഹാസൻ നായകനാവുന്ന തഗ് ലൈഫില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയൻ രവിയും മാറി, DQ മാറിയിട്ടുണ്ടെന്ന്. ഇവർ രണ്ടുപേർക്കും പകരമായിട്ട് DQന് പകരമായിട്ട് STR വന്നിട്ടുണ്ട്. അത് ഏകദേശം കൺഫേം ആണ് കേട്ടോ. ഇനി ജയൻ രവിക്ക് പകരം രണ്ടുപേരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അരവിന്ദ് സ്വാമി, നിവിൻ പോളിയാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പൊ കേൾക്കുന്നത് അരുൺ വിജയും അല്ലെങ്കിൽ നിവിൻ പോളിയെ ആയിട്ടാണ് ഇവർ കോണ്ടാക്ട് ചെയ്തതെന്നാണ് കേൾക്കുന്നത്. അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ തൃഷയും STRും കോംബോ ആണെന്നാണ്. അപ്പോൾ അവർ തമ്മിൽ പ്രണയം ആയിരിക്കാം. ഓക്കെ, അടുത്ത കിഴി നടികർ സിനിമയുടെ ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഈസ്റ്റർ പോസ്റ്ററാണ്. ഇതേ കാണാം. ദുഃഖവെള്ളി ഇന്നലെയാണല്ലോ വന്നത്. എന്താണെങ്കിലും കറക്റ്റ് ആ ദിവസം കൊടുക്കാൻ പറ്റിയ ഏറ്റവും കിടിലൻ പോസ്റ്റർ. ഇവരിതിന് മുൻപ് മോഷൻ പോസ്റ്റർ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓ, വെള്ളത്തില് കിടക്കുന്നത് പൊളി സാധനം. ഈ സീൻ എന്തായിരിക്കും അല്ലേ സിനിമയില്? അത് ആള് ക്യാരക്ടറായിട്ടേ അഭിനയിക്കുന്ന എന്തായാലും നടനല്ലേ, ആള് സൂപ്പർ സ്റ്റാർ അല്ലേ. SK23 സിനിമയെന്ന് ലാലേട്ടനും വിദ്യുത് ജമാലും ഔട്ടായി എന്നാണ് കേൾക്കുന്നത്. എല്ലാരും ഒഴിവാക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നു. അതെ, പകരമായിട്ട് കാസ്റ്റിംഗ് നോക്കുന്നത് ജയറാം, സുരേഷ് ഗോപി, ഡോക്ടർ ശിവരാജ്കുമാർ. അതായത് ലാലേട്ടന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടോ. വിദ്യുത് ജമാലിന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇനി വേറെ ആരെങ്കിലും ആയിരിക്കാം. നിനക്ക് കോളൊന്നും വന്നിട്ടില്ലല്ലോ? അല്ലടാ, വന്നില്ല. ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ബെല്ലടിച്ച് അപ്പ് പോവും. ആരാ നോക്കാൻ വേണ്ടി AR മൃഗദോസ് വിളിക്കുന്നുണ്ട്. പിന്നെ അല്ല, മെസ്സേജ് വന്നായിരുന്നു. ആണോ? അത് ഞാനാ. ഓക്കെ, അടുത്ത കിഴിയും ഗുഡ് ബാഡ് അഗ്ലി. ഒന്നുമില്ല. സിനിമയിൽ നമ്മുടെ അജിത് കുമാർ മൂന്ന് തലയായിട്ടാണ് വരുന്നതെന്നാണ്. അതായത് 3 വേഷത്തിൽ. ട്രിപ്പിൾ റോൾ. അതെ, എന്തായാലും 18 വർഷത്തിന് ശേഷമാണെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു 3 റോളിലൊക്കെ ആള് വരുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്. അതെ, ഞാനും എൻ്റെ രാജയും സ്ട്രോങ് ആണ്. ഞാനും എൻ്റെ രാജയും ഞാനും എൻ്റെ പിള്ളേരും സ്ട്രോങ് ആണ്. എന്തെന്നാണ് അടുത്തത്? ടില്ലു സ്ക്വയർ. സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിട്ടുണ്ട് 23.7 CR. റെസ്പോൺസ് ആണ് കേട്ടോ സിനിമയ്ക്ക്. നല്ല അഭിപ്രായമാണ്. അതെ, 3ാമത്തെ ഭാഗം തന്നെ ഉടൻ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. ദിൽരാജു ആണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഹിറ്റാവട്ടെ. പിന്നെ അല്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ഒരു മലയാളി സാന്നിധ്യം അതിലുണ്ടല്ലോ, അനുപമ പരമേശ്വരൻ. ഓക്കെ, അടുത്ത കിഴി ഇന്ത്യൻ 2 സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് മെയ് എൻഡ് അല്ലെങ്കിൽ ജൂൺ 1. കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതിനാന്ന് പറഞ്ഞിട്ടൊക്കെ മാറ്റി വെച്ചോ? എന്താന്ന് പറഞ്ഞൂടാ, ഇവര് ഇൻഡിപെൻഡൻസ് ഡേക്കാണ് പലതും പറയുന്നുണ്ട്. അവര് ഏതെങ്കിലും ഒന്നിലും ഉറപ്പിക്കട്ടോ അല്ലേ? എന്തായാലും വരും, അപ്പൊ കാണാതെ. ദ ഗോട്ട് ലൈഫ് അല്ലല്ലോ, അല്ല, ദ ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ ഏപ്രിലിൽ തുടങ്ങുകയാണ്. ഓക്കെ, അത് നടക്കുന്നത് റഷ്യയിലാണ് കേട്ടോ. അതില് പ്രഭുദേവ, പിന്നെ നമ്മുടെ എന്തായിരുന്നാ പേര്, കൂടെ അതിന്റെ കൂടെയുള്ള പ്രശാന്ത് അല്ലേ? പ്രശാന്ത് അല്ലേ? ആരെ കുറിച്ചാന്ന് അറിയാത്ത ഇവരെ അതായത് അവരുടെ കൂടെ ഉള്ളതെന്ന് പറയുമ്പോ പറയേണ്ടത് 4 ടീമുണ്ട്.
4 പേരില്ലേ? 4 പേരില്ല, 3 പേരല്ലേ ഉള്ളൂ. 3 പേരുള്ളൂ. വിജയ്, പ്രഭുദേവ, പ്രശാന്ത് അല്ലേ ഉള്ളൂ. പിന്നെ വേറെ ആരാ? അജ്മലല്ലേ? അജ്മലല്ലേ? അജ്മലുണ്ടോ? ഷോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. സോറി കേട്ടോ ഗൈസ്, ഇതിനുള്ളത് നിങ്ങൾ തന്നോളൂ, ഞങ്ങൾ വേണ്ട വിധം. അല്ല ഇപ്പൊ മനസ്സിലാക്കും, നല്ല കാര്യം ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്തൊക്കെ പറയണേ. സ്പെഷ്യലായിരുന്നു മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? ഓക്കെ, അടുത്ത കിഴയും ടർക്കിഷ് തർക്കം. നമ്മുടെ ലുക്മാൻ നായകനാവുന്ന സിനിമ. ലുക്മാൻ മാത്രമല്ല, നമ്മുടെ സണ്ണി വെയിനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഡയാന ഹമീദാണ് നായികയായിട്ടെത്തുന്നത്. ഹരീഷ് അശോകൻ, പിന്നെ ആരാ? ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഇതേ ഫസ്റ്റ് ലുക്ക് ഒരു ക്വാളിറ്റി ഇല്ല കേട്ടോ, കട്ട് ചെയ്തെടുത്തിട്ട് വന്ന പോലെ. അതെ, അതിലെ അംബ്രല കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതിലെ മഴ ശരിയല്ല. മഴയൊക്കെ ഇനി മാറ്റി, എങ്ങനെ മഴയൊക്കെ മാറ്റി ചെരിഞ്ഞോ ഇങ്ങനെ ക്രോസൊക്കെ പേടിപ്പിക്കാൻ പറയേണ്ടി വരുമെന്നായിരിക്കും. വർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നവാസ് സുലൈമാനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വരട്ടെ. ടീസറോ ട്രെയിലറോ അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നല്ലേ? ടീസർ വന്നു. അതായത് ആ ഒരു പള്ളി കാട്ടിലെന്തോ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊരു മോശമില്ലാത്ത സാധനമായിരുന്നു. അടുത്തത് ആടുജീവിതം, ദ ഗോഡ് ലൈഫ് സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ. ഇന്നലത്തെ കിഴി നമ്മൾ ഉപേക്ഷിച്ചു, നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ കിഴി എപ്പിസോഡ്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത് കേട്ടോ. 16.71 CR ആണ് വേൾഡ് വൈഡ് കളക്ഷൻ. പൊളേ. അതും ഈ ഒരു ടൈമിൽ ഈ കളക്ഷൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, അതെ, വേറെ ലെവലാണ്. ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ്. അതും GCCയിൽ ദുബായിൽ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം എടുത്ത് പറയണല്ലോ. മറ്റുള്ള രാജ്യങ്ങളിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ കളക്ഷൻ എവിടെ എത്തുമായിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം പ്രവാസികളുടെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടാൻ പോകുന്നത്. പക്ഷെ അവർക്കിത് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേ സങ്കടം. ഓക്കെ, അപ്പോൾ എന്തായാലും കേരളത്തിൽ 5.83 CR കേരള ഗ്രോസ് ഫസ്റ്റ് ഡേ. ഓക്കെ, അടുത്ത കിഴി ജയ് ഗണേഷ് സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അതായത് ഇവൻ കണ്ണൂരും ഞാൻ കോഴിക്കോട് വരുന്നു. രണ്ട് ധ്രുവങ്ങളിലായി പോയതാണ്. അതെ, ഞാൻ ഇന്നലെ കോഴിക്കോട് പോയപ്പോഴേ ഒരു ആക്സിഡന്റ് ആയ പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞൂടാ. ഓക്കെ ആണോ ബ്രോ? സ്ഥിരം കാണുന്ന ആള് ആക്സിഡന്റ് ആയിട്ട് ആൾക്ക് നല്ല ബ്ലീഡിങ് ഉണ്ട്. ആള് എന്നിട്ട് ഒരു കാലില് ഞൊണ്ടി വന്നിട്ട് കിഴിയല്ലേ എന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷം. എന്തായാലും ആൾക്ക് ഓക്കെ ആണെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും അങ്ങനെ ആളിത് കാണുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടണേ. ഗെറ്റ് വെൽ സൂൺ. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് എല്ലാം മാറിയിട്ട്. ജയ് ഗണേഷ് സിനിമയുടെ ട്രെയിലർ കണ്ടു. മോശമല്ലേ? ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറാണ്. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. മച്ചാൻ എന്താ തോന്നിയത്? ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളിലാണ് കണ്ടതേ, ഒരുമിച്ചല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതായത് വീൽ ചെയറിലുള്ള ക്യാരക്ടർ ആളൊരു കാർട്ടൂണിസ്റ്റാണ്. ആൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ. അപ്പോൾ ആള് രാത്രിയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആകുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പകല് ആർട്ടിസ്റ്റുമാണ്, രാത്രി ഇൻവെസ്റ്റിഗേഷൻ. അത് ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പോലീസ് പറയുന്നുമുണ്ട്. അതായത് അവൻ അങ്ങനെ ഒന്നുമില്ലാതെയാണ് ആൾ ഇത്രയും കാര്യങ്ങളിൽ എത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, റൂമിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം. അപ്പോൾ ആൾ അത് അന്വേഷിക്കുന്നതും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ കൊലപാതകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊരു പയ്യനെ കാണുന്നുണ്ട്. ആ പയ്യന്റെ മിസ്സിങ്ങും അതിനുശേഷം അതിന് ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും. അത് തന്നെയാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള സ്റ്റോറി. അതായത് അല്ലാതെ ഒരു സൂപ്പർ ഹീറോ അല്ല എന്ന് പറയാൻ പറ്റില്ല. സൂപ്പർ ഹീറോ ആണ്, അതായത് ആ കുട്ടീന്റെ മുന്നിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നവർക്ക് സൂപ്പർ ഹീറോ ആയിരിക്കും. അല്ലാണ്ട് ഒറിജിനൽ ഒരു സൂപ്പർ ഹീറോ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സിനിമകളുണ്ടല്ലോ, അതുപോലത്തെ ഒരു സൂപ്പർ ഹീറോ മൂവി അല്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരു സൂപ്പർ ഹീറോ അല്ല. അല്ലാതെ നമ്മുടെ മുന്നിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് സൂപ്പർ ഹീറോസ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ. അടുത്തത് പുഷ്പ 2 സിനിമയുടെ ടീസർ. എന്തോ ഒരു വേദന ഉണ്ടാവും, ചെറുതായിട്ട് എന്തോ അടി കിട്ടി. ആരെന്നടിച്ചേ? ഞാൻ തന്നെയാണ്. പക്ഷെ കൈയും കൊണ്ടല്ല, നാവും കൊണ്ടാ, കിഴി കൊണ്ട്. ഏതാണെങ്കിലും ഏപ്രിൽ 8-ാം തീയതി, അതായത് അല്ലുവിന്റെ ബർത്ത്ഡേ ആണ്, അന്ന് ടീസർ വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. പൊളിച്ചേക്കണേ. സോഷ്യൽ മീഡിയ കത്തിക്കും ഉറപ്പല്ലേ? ഫസ്റ്റിന്റെ ഓർമ്മയില്ലേ? എന്റെ മോനെ, അത് എന്തായിരുന്നു? ന്യൂ ഇയറിനായിരുന്നല്ലോ വരുന്നത്. അത് 2023 ന്യൂ ഇയറിനല്ലേ?
ആണോ? 23 സോറി 22 ന്യൂ ഇയറിനാണ് എനിക്ക് തോന്നുന്നു. ആണല്ലേ? ന്യൂ ഇയറിനാണല്ലേ? രാത്രി ഞാൻ വന്നത്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് രാത്രി 12:30. ബർത്ത്ഡേക്കാണോ? അത് ബർത്ത്ഡേക്കല്ലല്ലോ, എനിക്ക് ഓർമ്മയില്ലല്ലോ, പറഞ്ഞും കുടുങ്ങി പോവാണല്ലോ. ജീവിതം പോലെ ഈ റൂമിനുള്ളിൽ ഇങ്ങനെ ചൂടും പുകയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. പുറം ലോകമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ഈ പോക്കും വരവും മാത്രമേ. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കും, വർഷങ്ങൾ കഴിയുമ്പോൾ ഓർമ്മകളൊക്കെ ഇങ്ങനെ നശിച്ചു തുടങ്ങും. അതിൻ്റെയാണ് പ്രായമായതെന്ന് പറയണ്ടല്ലോ. ചെതലടിച്ചു തുടങ്ങിയതാ. അതെ, ചെതലടിച്ചു തുടങ്ങിയതാ. ഓക്കെ, അടുത്ത കിഴി സൂര്യ 44. എനിക്കിത് മതി, എൻ്റെ മുത്ത് വന്നാൽ മതി എനിക്ക്. സൂര്യ 44 കാർത്തിക് സുബരാജ് ഒരുക്കവും. നമുക്കറിയാം. പോരെ? മതി, ബാക്കി പറ. അതായത് നമ്മളിതിൽ പറയാൻ പോകുന്ന അപ്ഡേറ്റ് ഇല്ലേ, അതിന് അത് മതിയാവും. എന്തായാലും ടോട്ടൽ ഇംപ്രഷൻ ട്വിറ്ററിൽ 31 മില്യൺ 24 മണിക്കൂറിലോട്ടോ. 24 മണിക്കൂറിൽ ഇതുവരെ അനൗൺസ്മെന്റ് പോസ്റ്റർ. യെസ്, ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതും ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ലേ, സൂര്യയും കാർത്തിക് സുബരാജും. അത് തന്നെയാണ് അതൊരു സത്യം. മോനെ ആ സിനിമ അടുത്തത് എന്തൊരു കിടില ലൈനപ്പ് അല്ലേ ആൾക്ക്. അതിന്റെ ഒരു വേറെ വീഡിയോ ചെയ്യാട്ടോ. അതുണ്ട്, സാധനം കുറച്ചുണ്ട് പറയാൻ. നമ്മളൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. അടുത്തത് ടർബോ സിനിമയുടെ ടീസർ. ഈ മറ്റേ ഈസ്റ്റർ റിലീസ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മാറ്റിയിട്ടുണ്ട്. പെരുന്നാൾ പെരുന്നാൾ റിലീസായിട്ടായിരിക്കും ടീസർ എത്തുന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈസ്റ്ററിന് നമുക്ക് ആഘോഷിക്കാൻ ജോസേട്ടൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ല. എന്തിനാണ്? മതിയല്ലോ, പെരുന്നാളിന് വന്നാൽ മതിയല്ലോ. പെരുന്നാളിന് വരട്ടെ. പെരുന്നാളല്ല, എന്തായാലും നമ്മൾ അങ്ങനെ ഒരു അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മാറ്റി എന്നുള്ളതായിട്ട് അറിഞ്ഞത്. നന്നായി പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. കോമ്പല കൂത്ത് കിടക്കുക എങ്ങനെ പറയല്, എന്താ കോമ്പല ഫുള്ള് നിറഞ്ഞു കിടക്കുകയെന്നോ എന്താണ് ഉദ്ദേശിച്ചത്? പ്രമേഹത്തിൽ പറയുന്നത് അതേപോലെ കിഴി നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും. ബൈ.